അതിതീവ്ര പ്രളയത്തിൽ ഉമർഗാം മേഖല തകർന്നടിഞ്ഞപ്പോൾ ദുരിതമനുഭവിക്കുന്ന 450ഓളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ആശ്വാസമേകി കേരള അസോസിയേഷൻ ഉമർഗാം. സംഘടനയുടെ 26 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ ദുരിതാശ്വാസ ദൗത്യത്തിലൂടെ വെറും ഒരു ദിവസം കൊണ്ട് 4.5 ലക്ഷം രൂപയുടെ ഭക്ഷ്യധാന്യ കിറ്റുകളും വസ്ത്രങ്ങളുമാണ് 100ഓളം സന്നദ്ധ പ്രവർത്തകർ നേരിട്ടെത്തി വിതരണം ചെയ്തത്. വനിതാ ക്ലബ്, യൂത്ത് ക്ലബ്, അയ്യപ്പ സേവാ സംഘം എന്നിവരുടെ പിന്തുണയോടെ പ്രസിഡന്റ് ഡോക്ടർ RK നായരുടെ നേതൃത്വത്തിൽ ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തിയിലെ ദുർഘട ഗ്രാമങ്ങളിൽ പോലും എത്തി നടത്തിയ ഈ പ്രവർത്തനം വലിയ ജനശ്രദ്ധയും അഭിനന്ദനവും പിടിച്ചുപറ്റി. നമസ്കാരം. 23 ജൂലൈ 2026 നടന്നതായ അതിവൃഷ്ടി, ജലപ്രളയം എന്ന് പറയാം. ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ഒന്നാം ദിവസം നടന്നതായ വൃഷ്ടിയിലുള്ളതായ നമ്പർ ഉമർഗാവിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ഭയങ്കരമായ ഒരു ജലപ്രളയമായിരുന്നു. മഹാരാഷ്ട്ര ബോർഡറായ ഉമർഗാവിന് തൊട്ടടുത്തുള്ള ക്ലാസരി ഭാഗം, അതുപോലെ തന്നെ ഉത്തരഭാഗത്ത് പോകുന്ന സമയത്ത് വാപ്പി, സിൽവാസ, സരിഗാം, ദമൻവാല ബോർഡർ ഇങ്ങനത്തെ ഏരിയയിൽ വളരെ അതിവൃഷ്ടിയിലുണ്ടായ നഷ്ടങ്ങളുണ്ട്. നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ വീട് നദീപ്രദേശത്തിന്റെ, റിവർ പ്രദേശത്തിന്റെ ചുറ്റുപാടുള്ള ട്രൈബൽസാണ് കൂടുതൽ താമസിക്കുന്ന പ്രദേശമാണ് നഷ്ടമായിട്ടുള്ളത്. ചെറിയ നഷ്ടമൊന്നുമല്ല. പക്ഷെ ഉമർഗാവിലെ മലയാളി സമൂഹം, മലയാളികൾ താമസിക്കുന്നിടത്ത് മലയാളികൾക്കല്ല ഈ നഷ്ടമൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ചുറ്റുപാടുള്ളതായ ട്രൈബൽസിനാണ് എല്ലാം ഇത് കൂടുതൽ. ഈ പ്രദേശത്തിലെ കർഷിക എസ്റ്റേറ്റ് ആവട്ടെ, കടൽക്കരയിലാവട്ടെ, ഈ ഭാഗത്തൊക്കെ വളരെ അധികം നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ആ നഷ്ടത്തിനെ പൂർത്തിയാക്കാൻ വേണ്ടി എത്ര ദിവസങ്ങൾ ശ്രമിച്ചാലും തിരിച്ചാവില്ല. പക്ഷേ ഉമർഗാം കേരള അസോസിയേഷൻ, അയ്യപ്പ സേവാ സംഘവും അതുപോലെ തന്നെ കേരള അസോസിയേഷന്റെ ഭാഗമായിട്ട് ഒരുമിച്ചിട്ട് പ്രവർത്തിക്കുന്നതായ യൂത്ത് ക്ലബ്ബ് വിംഗും അതുപോലെ തന്നെ വനിതാ ക്ലബ്ബ് വിംഗുകളും ശ്രമപ്പെട്ട് നല്ല പ്രവർത്തനമാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം ഉമർഗാം അപ്പാരൽ വെൽഫെയർ അസോസിയേഷൻ അല്ലാത്ത ഗ്രാമത്തിലുള്ള നല്ല ഭാവനയോടുകൂടി സമൂഹത്തെ ചേർന്ന് ഉദാരദാനം ചെയ്യുന്നത് അവർ ഒരുമിച്ച് കൂടിയിട്ടാണ് ഇന്ന് വലിയൊരു പ്രയാസം ചെയ്തുകൊണ്ട് ഇന്നലെ ഇടീ ദിവസം ഇതിനുള്ളതായ കിറ്റ് പാക്കറ്റുകൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗാർമെന്റ്സുകളും അതിൽ ഒരുമിച്ചിട്ട് ഭക്ഷണത്തിനുള്ളതായ പാക്കറ്റുകൾ 16 ഐറ്റമുകൾ അതിൽ വെച്ചിട്ട് ഒരു പാക്ക് ചെയ്തിട്ട് ഒരു കിറ്റ്, ഒരു 16 കിലോ ഉള്ളതായ ഒരു കിറ്റാണ് കൊടുക്കുന്നത്. എന്താ പറഞ്ഞാൽ അവരെ ജീവനാവസ്ഥ ഭയങ്കര കഷ്ടമായിട്ടാണ് ഇപ്പൊ കാണുന്നത്. അനവധി ട്രസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉമർഗാം മലയാളികൾ ഇതൊരു വിശേഷമായിട്ട് അവിടെ എത്തിച്ചിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നലെ ഇടീ ദിവസം രാത്രിയായിട്ട് 1 മണി വരെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4-5 ഗ്രാമത്തേക്ക് കടന്നിട്ട് പോയിട്ട് ആ ഗ്രാമത്തിൽ ഇത് ഓരോർക്ക് ആർക്കാർക്ക് ഇതിന്റെ റിക്വയർമെന്റ് ഉണ്ടോ ആ ബെനിഫിഷ്യറിയെ എടുത്തു പോയിട്ട് ആ ബെനിഫിഷ്യറിയെ കയ്യിൽ തന്നെ കൊടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു സംഭവം ഈ അതിവൃഷ്ടി കൊണ്ട് ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ, ഇങ്ങനത്തെ ദുരന്തങ്ങൾ, പ്രാകൃതിക ദുരന്തങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇതൊരു പ്രാകൃതിക ആപതയാണ്, ഇത് നമ്മളെ കൺട്രോളിലില്ല. പക്ഷെ ഇങ്ങനത്തെ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ പറഞ്ഞാല് രക്ഷന്തി പുണ്യാനി പുരാകൃതാനി എന്നാണ് ശാസ്ത്രം പറയുന്നത്. പുരാകൃത പുണ്യങ്ങളാണ് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചേർന്ന് ചെയ്യുന്നതായ പുണ്യകർമ്മം വരുന്ന കാലത്ത് എല്ലാവർക്കും അതൊരു അവരെ രക്ഷ ചെയ്യുന്നതായ ഒരു കാര്യമായിരിക്കും. താങ്ക് യു സോ മച്ച്. बारीक पोरा का बारीक पोरा एकदम बारीक पोरा अजून बारीक पोरा बारीक पोरा